ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ചായ പലഹാരമായിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, അത് തന്നെ മതി. അതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മാക്സിമം എല്ലാം ഒരേ സൈസിൽ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഒരു 1/4 കപ്പ്, ഒരു 4 ടേബിൾ സ്പൂണോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മുട്ടയും പാലും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് മുട്ട മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഉപ്പിന് പകരം വേണമെങ്കിലും മധുരം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കോൺഫ്ലോറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതായത് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് നിർബന്ധമില്ല കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബട്ടറിനകത്ത് ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നാണെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളവർ അത് വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബട്ടറൊക്കെ നല്ലതുപോലെ ഉരുക്കി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോ പീസും മുട്ടയുടെയും പാലിൻ്റെയും മിക്സിനകത്ത് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എല്ലാ സൈഡിലും ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് ആ കളറൊക്കെ മാറി, ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ആണെങ്കിൽ അതുപോലെ മുട്ടയുടെ മിക്സുമാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഫ്രൈ ആകുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് 2 സൈഡും നമ്മൾ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം കണ്ടോ കളറൊക്കെ മാറി ഈ ഒരു പാകത്തിനകത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. ബ്രെഡ് മുഴുവനായിട്ട് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ മുറിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. കാരണം എല്ലാ സൈഡിലും ആ കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ മുഴുവൻ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ജസ്റ്റ് തവി വെച്ചിട്ട് ഒന്നുകൂടി ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയിൽ ഈ റെസിപ്പി ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. അതുപോലെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അധികം എരിവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണക്ക മാറി ഫ്ലെയിം നമ്മൾ കൂട്ടിയിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഈ റെസിപ്പി ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്നുകിൽ പൊടി പൊടിയായി അരിഞ്ഞ് ചേർക്കാം, അതല്ലെങ്കിൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ വേണ്ടിയിട്ട് മുറിച്ചെടുക്കാറുണ്ടല്ലോ സവാള കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഇതൊക്കെ അളവ് കറക്റ്റ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മസാല എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുമ്പോൾ പച്ചക്കറികൾ ഒത്തിരി വെന്ത് കുഴയുന്ന പാകത്തിൽ ചെയ്യില്ല അല്ലേ. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് വിനാഗിരിയാണ് 2 ടീസ്പൂൺ. വിനാഗിരി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. 2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 3 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. 2 ടീസ്പൂൺ അളവിൽ
ചില്ലി സോസ്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതലാണ് ഉപയോഗിക്കുന്നത്. 3 ടീസ്പൂൺ തുടങ്ങി 3.5 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ഈ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുക. ഏതിൻ്റെ ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് ചിക്കൻ്റെ മാഗി ക്യൂബാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും ചിക്കൻ ക്യൂബ് കൂടി ചേർക്കുകയാണെങ്കിൽ. ഇനി കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ചിക്കൻ മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാം. പക്ഷേ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ മാക്സിമം അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫ്ലേവർ തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മാഗി ചിക്കൻ ക്യൂബും സോയാ സോസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് എപ്പോഴും നിങ്ങൾ ആദ്യമേ തന്നെ ഒത്തിരി ഉപയോഗിക്കരുത്. പിന്നെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സായി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് അത്ര നിർബന്ധമില്ല കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഒരു നമ്മൾ കറക്റ്റ് സോസിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നോക്കി അഡ്ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ബ്രെഡ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ കോൺഫ്ലോറിൻ്റെ മിക്സ് കുറച്ചേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം പിന്നെ കൂട്ടിയിടരുത്, കാരണം ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞാൽ ശരിക്കും പനീറൊക്കെ നമ്മൾ ഒരു പനീർ ഫ്രൈ ഒക്കെ ചെയ്തെടുത്തതുപോലെ ഉണ്ടാവും കാണുമ്പോൾ. ഈ ബട്ടറിനകത്ത് നമ്മൾ ഈ ബ്രെഡ് ഫ്രൈ ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് ബട്ടറും അതുപോലെ ആ ഒരു മുട്ടയുടെയും ഇതൊക്കെ പാലിൻ്റെയും കൂടെയൊക്കെ ഒരു ഫ്ലേവറായിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ആ ഒരു ചില്ലി ചിക്കൻ മസാലയുടെ ആ ഒരു ഫ്ലേവർ കൂടി വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ചായ പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് തീർച്ചയായിട്ടും തോന്നും. അത്രയധികം രുചിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അതായത് എത്ര അളവിൽ വേണമെന്നുള്ളത് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ കയ്യിലുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തവി കൊണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം നല്ല ചൂടിൽ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.